എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 42-ാം സങ്കീർത്തനം പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സാം നമ്പർ 42 എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും ആഹാരമായി തീർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവും എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. അടുത്ത വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യു മേ ബി സീറ്റഡ്. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ഇവിടെ കയറി വരുവാൻ കർത്താവ് ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സൂക്ഷിച്ച് കാണും. ഞാൻ കയറി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഞാൻ ദൈവകൃപയാൽ കർത്താവ് ഇത്രത്തോളം നടത്തുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇത്രത്തോളം സഹായിക്കുന്നു. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു സമയമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് പല വിധത്തിലുള്ള ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായും. എന്നാൽ കർത്താവ് എന്നെ മച്ച് ബെറ്ററായിട്ട് നടത്തുന്നു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. രാവിലെ നമ്മൾ പാടിയപ്പോൾ അത്ഭുത യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം എന്ന് പാടി. ഇച്ചിരി താമസിച്ചാണ് കടന്നു വന്നതെങ്കിലും പാസ്റ്റർ സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കണം എന്നുള്ള ഒരു കാര്യമാണ് താൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ജീവിതത്തിൽ ഒരാളോട് ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞ് ആ ആളിൻ്റെ മുഖത്തു നിന്ന് വരുന്നതായിട്ടുള്ള റിസീവ് ചെയ്തെങ്കിൽ ആ ആളിൻ്റെ മുഖത്തു നിന്ന് വരുന്ന സന്തോഷം ഭൂമിയിൽ എങ്ങും കിട്ടാത്തൊരു സന്തോഷമാണ്. പലപ്പോഴും നമ്മുടെ ലജ്ജയും അല്ലെങ്കിൽ ഭയവും ഒക്കെയാണ് അതിന് കാരണമായിട്ട് തീരുന്നത്. അതിന് ചെയ്യേണ്ട ഒരു കാര്യം, രാവിലെ ആകുമ്പോൾ എന്നും അത് സംഭവിച്ചെന്നിരിക്കത്തില്ല. രാവിലെ ആകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ ഒരു ഡിവൈൻ അപ്പോയിൻമെൻറ്റ് ഇന്ന് പകൽക്കാലം എനിക്ക് തരണമേ. തീർച്ചയായിട്ടും ദൈവം തരും. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും. ഇവിടെ വായിച്ചത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഇവിടെ കടന്നു വന്നതിന് ശേഷം ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ചാനൽ ഡിസ്കവറി ചാനലാണ്. അവിടെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ജീവിത രീതി കാണുമ്പോൾ വളരെ അതിശയിക്കത്തക്ക, നമ്മുടെ നാട്ടിൽ എങ്ങും കണ്ടിട്ടില്ലാത്ത അനേക കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലേറ്റവും എന്നെ ശ്രദ്ധയിൽ ആകർഷിച്ചത് മാൻ, ഡിയർ. അപ്പോൾ ഈ ഡിയർ
ഇവിടെ പറയുന്നു ആസ് എ ഡിയർ പാൻഡ് ഫോർ ദ വാഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പാടും. എന്നാൽ ആ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഞാൻ ഏത് സങ്കീർത്തനം വായിക്കണമെന്നുള്ളത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ പല സങ്കീർത്തനം കൊടുക്കടെ പോയി. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിബേറ്റ് ആവശ്യമാണ്. കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ഈ തോന്നലുകൾ തോന്നിക്കുന്നതോ മറ്റോ ഒന്നുമല്ല, ഒരു ഗൈഡൻസ് ദൈവം തരും. അപ്പോൾ ഇന്ന് സഭയ്ക്ക് വേണ്ടി ഗോഡ് സ്പിരിറ്റ് ഗേവ് മീ ദ ഗൈഡൻസ് ടു റീഡ് ദിസ് Psalm 42. അങ്ങനെ ആണ് ഇത് വായിക്കുന്നതിനിടയായിത്തത്. അപ്പം മാനിനെ പറ്റിയാണ് പറയുന്നത്, ദ ഡിയർ. അപ്പം ഈ ഡിയർ ഏറ്റവും അറ്റാക്ക് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു ജീവിയാണ് ഈ ഡിയർ. അത് ഇങ്ങനെ ഓടി പോയി കഴിയുന്ന ഉടനെ അത് എസ്കേപ്പ് ചെയ്യാനായിട്ട് ചെയ്യുന്നതായിട്ടുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ വലിയ വെള്ളം കാണുമ്പോൾ അതിനകത്ത് എടുത്ത് ചാടി കഴിഞ്ഞിട്ട് ഈ ബോഡി വളരെ വെള്ളത്തിൽ അങ്ങ് താഴ്ത്തും. ഒൺലി യു ക്യാൻ സീ ദ ഹെഡ് അപ്പ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ ചാടി കഴിയുന്ന ഉടനെ ഇതിൻ്റെ ദേഹത്തു നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള സെൻറ്റുണ്ട്, ആ മണം, അത് മറ്റ് ജീവികൾക്ക് കിട്ടാതിരിക്കേണ്ടതിന് വേണ്ടി ഉള്ളതായി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവായി വെള്ളത്തിനകത്ത് ചാടി കിടക്കുക എന്നുള്ളത്. പിന്നീട് മറ്റേത് പറയുന്നത് ദാഹിക്കുമ്പോൾ വെള്ളത്തിനായി പോകുന്നതായിട്ടുള്ള അവസ്ഥ. ഇത് രണ്ടും നമുക്കുണ്ട്. അപ്പോൾ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാവും. അപ്പോൾ ഈ സംഗീത പ്രമാണിക്ക് കോരഹപുത്രന്മാർ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. സങ്കീർത്തനത്തിൽ ദ ബുക്ക് ഓഫ് സാംസ് അറൗണ്ട് 11 സാംസ് ബിലോങ് ടു കോരായുടെ ആണ് ഒരു 11 സങ്കീർത്തനങ്ങളും ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സങ്കീർത്തനം. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുന്നു. അപ്പോൾ ഈ സങ്കീർത്തനം സമയമില്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞങ്ങ് ഇരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഉത്സവം ആചരിക്കുന്ന അങ്ങനെ പോയ. അപ്പോൾ ഇവിടെ Psalm 42-ൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു. അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞു തന്നെയാണ് 11-ാം വാക്യത്തിലും ഈ സങ്കീർത്തനം ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ള ഇതിനകത്തെ ദൂത് എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ആ ദൂത് ഇതാണ്. 6-ാമത്തെ വാക്യമാണ് അതിൻ്റെ ഇന്ന് സഭയ്ക്കുള്ളതായിട്ടുള്ള ദൂത്. ദ മെസ്സേജ് ടു ദ ചർച്ച് ഈസ് the verse 6. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ ഈ പറയുന്ന പാർട്ടികൾ ഈ സ്ഥലത്താണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാകും. എന്തുകൊണ്ടോ ഈ കോരഹ് പുത്രന്മാരെ ഈ യോർദാൻ പ്രദേശങ്ങളിലും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വന്നു ചേരുന്നതിനിടയായി. അവിടെ വന്നു ചേർന്നപ്പോൾ അവർക്ക് ആരാധന മിസ് ചെയ്തതായിട്ടാണ് പറയുന്നത്. അവർ പറയുന്നത് ഈ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തോടുകൂടി ഞങ്ങൾ പോയതൊക്കെ ഓർക്കുന്നു എന്നും പറഞ്ഞ് ഈ സ്ഥലത്താണ് ഇപ്പം ഇവരായിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ സ്പിരിച്വൽ സെപ്പറേഷനിൽ നിന്ന് ഇവിടെ സംഭവിച്ചിരിക്കുക. അതാ സഭയ്ക്കുള്ള ദൂത്. ഒരു ദൂത് സ്പിരിച്വൽ സെപ്പറേഷൻ ആൻഡ് ഫിസിക്കൽ സെപ്പറേഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംഭവം സംഭവിക്കുന്ന ഉടനെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇന്ന് ഞാൻ ചർച്ചിൽ പോകുന്നില്ല, ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നില്ല, ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് ഫെലോഷിപ്പ് കൂട്ടായ്മ വളരെയധികം ആവശ്യമാണ്. ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ടായി 10 ദിവസം അല്ലെങ്കിൽ 10 പ്രാവശ്യം ഒന്ന് വരാതിരുന്ന് നോക്കിക്കേ, സ്പിരിച്വൽ സെപ്പറേഷൻ ഉണ്ടാവും.
അത് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അടുത്തത് ഈ ഇന്നത്തെ പകൽക്കാലം പറവാനായിട്ടുള്ളത് സോളിനെ പറ്റിയാണ് പറയാനുള്ളത്. ബോഡി, സ്പിരിറ്റ് ആൻഡ് സോൾ. ഈ സോള് വിഷാദിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇന്നലെ വൈകിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരുന്നപ്പോൾ എന്നെ ഓർപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം ഈ സങ്കീർത്തനത്തോട് ചേർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സോള് വിഷാദിച്ചിരിക്കുമ്പോൾ അതിന് ചില പ്രത്യേകത അവിടെ സംഭവിക്കും. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ആദിയിൽ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന് പറയുന്നത്, ഐ ലൈക്ക് ദാറ്റ് വേർഡ് ഇൻ ഇംഗ്ലീഷ്, ദ എർത്ത് വാസ് വിത്തൗട്ട് ഫോം ആൻഡ് വോയിഡ് ആൻഡ് ഡാർക്ക്നെസ്. ഇത് മൂന്നും ഒരാത്മാവിന് സംഭവിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പം 1-on-1 നമ്മൾ ടോക്ക് ചെയ്യുകയാണെങ്കിൽ, എന്താ പ്രസാദ് ഭാഷയുടെ വിഷയം, ഒരു എക്സാമ്പിൾ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. എന്താ വിഷയം? അച്ഛാ, ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ശരിയല്ലോ? ഇതിപ്പോൾ ഞാൻ പ്രസംഗിക്കുകയൊന്നുമല്ല, വി ആർ ടോക്കിങ്. ശരിയല്ലയോ അച്ഛാ? ഒരു പിടി കിട്ടുന്നില്ല. കാര്യം ദിസ് ഈസ് നമ്മുടെ പ്രോബ്ലത്തിന് യാതൊരു ഫോമും നമ്മൾ കാണുന്നില്ല, വിതൗട്ട് ഫോം. ഇനിയും അടുത്തതായിട്ട് നോക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, വോയിഡ്. ഒരു ചെക്ക് എഴുതി, മനോഹരമായിട്ട് എഴുതി, 2 ക്രോസ് ലൈൻ ഇട്ടിട്ട് വോയിഡെന്ന് എഴുതിയാൽ ആ ചെക്ക് പിന്നെ കൊള്ളുകയില്ല. വോയിഡ്, നോ വാല്യൂ. അപ്പോൾ ദ ഡെവിൾ വിൽ അറ്റാക്ക് us and tell us you have no value. അതാണ് രണ്ടാമത്തെ ആത്മാവിന്, സോളിന് പറ്റുന്നതായിട്ട്. The third one is darkness. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, അത് പാഴും ശൂന്യവുമായിരുന്നെന്ന് മലയാളത്തിൽ പറഞ്ഞങ്ങ് നിർത്തുന്നതിനെക്കാട്ടിൽ വിതൗട്ട് ഫോം, വോയിഡ് ആൻഡ് ഡാർക്ക്നെസ്. ദീസ് 3 things can happen to a soul. അവിടെ ഈ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വാട്ട് വി ഡു? നമ്മളൊന്നും ചെയ്യേണ്ട, ദൈവസന്നിധാനത്തിൽ ഇരുന്ന് ഈ വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഈ 3 സിറ്റുവേഷനിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, നമ്മൾ ആർത്ത് ദൈവത്തെ, ഷാജി പറയുന്ന പോലെ നമ്മൾ ആർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. കാര്യം ദാറ്റ് സിറ്റുവേഷൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്റ്റെപ്പ് ഇൻ. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്റ്റെപ്പ് ഇൻ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. വോയിഡും ഷേപ്പ് ഇല്ലാത്തതും ഇങ്ങനെയുള്ളതായിട്ടുള്ള ഡാർക്ക്നെസ്സും ചുറ്റും ഒന്നും കാണുന്നില്ല. ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് സ്റ്റെപ്പ് ഇൻ. അതാണ് സഭയ്ക്കുള്ള ഇന്നത്തെ രണ്ടാമത്തെ ദൂത്. അനേക പ്രശ്നങ്ങളുടെ നടുവിൽ സഭയായിട്ട് കൂടി വരുവാൻ ഒത്തില്ല, വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഒരു ഷേപ്പും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, എല്ലാം ഡാർക്ക്നെസ്സാണ്. ഉടനെ ഇച്ചിരി കഴിയുന്ന ഉടനെ നമുക്ക് കാണാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. ദ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് ഡിസെൻഡിങ് അപ്പോൺ us. കോരഹപുത്രന്മാരെ പോലല്ല, ഈസ് കമ്മിങ് ഇൻസൈഡ്. ഈ കോരഹപുത്രന്മാരെ ദൈവസന്നിധാനത്തിൽ റബല് ചെയ്തതായിട്ടുള്ള കോരഹപുത്രന്മാരാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ ഇന്ന് സ്റ്റഡി ചെയ്യുന്നില്ല. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. 250 പേരടങ്ങുന്നതായിട്ടുള്ള ഒരു സംഘം കൂടി മോശയ്ക്കും അഹരോനും എതിരായിട്ട്, അവർക്കെല്ലാം കിട്ടി, ഡോർ കീപ്പേഴ്സും എല്ലാമായിരുന്നുവെങ്കിലും എല്ലാം കിട്ടി, പക്ഷേ സാറ്റിസ്ഫൈഡ് ആയില്ല. ദേവാൻ്റെ ദ പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യം കൂടെ വേണമെന്നും പറഞ്ഞ് പിടിച്ചപ്പോഴാണ് പ്രശ്നമുണ്ടായത്. എന്നാൽ ഞാനിത് പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ഈ പ്രശ്നമുണ്ടായപ്പോൾ നാദാമും അബീരാമും അവൻ്റെ കൂടാരത്തിൻ്റെ അവിടെ നിന്ന് മാറിക്കോളാൻ പറഞ്ഞു. അത് ഭൂമി ഇത് ചെയ്തു, വിഴുങ്ങി, ഇതെല്ലാം നമ്മൾ കാണുന്നതിനിടയായിട്ട് തീരും. അവിടെ നശിച്ചെന്ന് നമ്മൾ വിചാരിക്കും ഈ കോരഹപുത്രന്മാരുടെ ഫാമിലി. നോ 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 നോ. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ഫസ്റ്റ് ക്രോണിക്കൽ അല്ലേ,
ക്രോണിക്കൽ അല്ലേ? ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 1 chapter 6 verse 27 and 28 you see Elkanah and Samuel. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്നതാണ് നമ്മുടെ ശമൂവേൽ. അപ്പോൾ എന്തെല്ലാം പുറകിൽ നമ്മുടെ പിതാക്കന്മാരോ മറ്റുള്ളവരോ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കും, അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ തലമുറകളെ ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതാണ് സംഭവിച്ചത്. ശമൂവേലിനെ അവിടെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നതിന് ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ഇരിക്കുന്ന നമുക്ക് നമ്മുടെ ആത്മാവിൽ 3 തരത്തിലുള്ള അറ്റാക്കുകളുണ്ടാവും. ഒന്ന് എന്താ? The problem has no form. The problem is void. The problem has darkness. I don't know what to do. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവ സന്നിധാനത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മളെ ഏൽപ്പിക്കാം. ഈ അനുഭവങ്ങൾ പലതും കോരഹപുത്രന്മാർ അനുഭവിച്ചെങ്കിലും ഒന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ടൈം ആയിരിക്കുന്നു. അതായത് ഫിസിക്കൽ സെപ്പറേഷൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഗദര ദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ നമ്മളെ എടുത്തു കൊണ്ടുപോയി നമ്മുടെ പാർപ്പിടം കല്ലറകളിൽ ആക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ സെപ്പറേഷനും സ്പിരിച്വൽ സെപ്പറേഷനും ഉണ്ടാകാതെ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാനും ഫെലോഷിപ്പ് കൂടുവാനും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മളിൽ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ, ഇറ്റ് ഈസ് വിതൗട്ട് ഫോം ആൻഡ് ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് ഇറ്റ് ഈസ് ഡാർക്ക്, അതിൻ്റെ മേൽ ഇന്ന് പകൽക്കാലമായി ആരാധനാമധ്യേ ദൈവവചനം കേൾക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു സംഭവം നടക്കും. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഡിസെൻഡ് അപ്പോൺ അസ്. ഈ പുതിയ നിയമത്തിൽ നമുക്ക് ഉള്ളതായിട്ടുള്ള ഒരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, കോരഹപുത്രന്മാർ കണ്ട് ആരാധിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വന്നു, ഇങ്ങനെയൊക്കെ കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ളതായിട്ടുള്ള സന്ദർഭങ്ങളിൽ അത് സ്റ്റെപ്പിൻ ചെയ്ത് നമ്മളെ വിജയത്തിലേക്ക് നടക്കും. വി ആർ വിക്ടോറിയസ്. We are victorious. We are victorious. We are victorious in Jesus. Hallelujah. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാം. ഒന്നിച്ച് സഭയായി. We are victorious. We are victorious. Hallelujah. We are victorious. Why we are victorious? Because each one of you, when you go through this situation, the Holy Spirit step in. മക്കൾ കാണത്തില്ല, ഭാര്യ കാണത്തില്ല, കൂട്ടുകാർ കാണത്തില്ല, ആരും കാണത്തില്ല. ഒരാൾ സ്റ്റെപ്പിൻ ചെയ്യും. അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. 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 ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. Praise the Lord. Thank you Chan for that encouraging word. കർത്താവ് പ്രിയങ്ങളെ വീണ്ടും ബലപ്പെടുത്തുമാറാകട്ടെ. Continue to pray